ദൈവനാമത്തിന് മഹത്വം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ക്ലാസ്സിൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം വരെയുള്ള ഭാഗം പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ദൈവവചനം പ്രസംഗിക്കുകയും യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തത് നിമിത്തം യോഹന്നാൻ അപ്പസ്തോലനെ റോമൻ ചക്രവർത്തിയായിരുന്ന ഡൊമേഷ്യൻ തടവിലാക്കി പത്മോസ് എന്ന വിജനമായ ദ്വീപിലേക്ക് നാടുകടത്തി. ദ്വീപിൻ്റെ ഭീകരാന്തരീക്ഷത്തിൽ ഏകാന്തതയിലായിരുന്ന അപ്പസ്തോലൻ ഒരു കർത്തൃ ദിവസം ആത്മവിശുദ്ധിയിലായി എന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ബാക്കി നോക്കാം. 11-ാം വാക്യം മുതൽ. 11-ാം വാക്യം: നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസുസ്, സ്മുർണ, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദെൽഫ്യ, ലവോദിക്ക എന്നീ 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്തൊരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. ആത്മവിശുദ്ധരായ അപ്പസ്തോലന്റെ പിന്നിൽ കാഹളത്തിനൊത്തൊരു മഹാനാദം കേൾക്കുന്നു. താൻ കാണുന്ന ദർശനങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതി 7 സഭകൾക്കും അയക്കുവാൻ കർത്താവ് അപ്പസ്തോലന് കൽപ്പന കൊടുക്കുകയായിരുന്നു. ആ മഹാനാദത്തിലൂടെ 7 സഭകൾ ഏതൊക്കെയാണെന്ന് കർത്താവ് അതിൽ പറയുന്നുണ്ട്. എഫെസുസ്, സ്മുർണ, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദെൽഫ്യ, ലവോദിക്ക ഇവയാണ് ആ സഭകൾ. ഈ 7 സഭകളും ഏഷ്യ മൈനറിലെ റോമൻ അധിനിവേശ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സഭകളാണ്. ഈ 7 സഭകൾക്കുള്ള ദൂതാണ് അടുത്ത 2 അധ്യായങ്ങളിലായി നാം പഠിക്കുവാൻ പോകുന്നത്. 12-13 വാക്യങ്ങൾ: എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്ക് ധരിച്ച് മാറത്തു പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. തൻ്റെ പിന്നിൽ കേട്ട ആ മഹാശബ്ദം എന്താണെന്ന് കാണുവാൻ താൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ അപ്പസ്തോലൻ കണ്ടത് ആശ്ചര്യകരമായ അത്ഭുതകരമായ ഒരു കാഴ്ചയായിരുന്നു. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്ക് ധരിച്ച് മാറത്തു പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ നിൽക്കുന്നു. 7 പൊൻനിലവിളക്കുകൾ 7 സഭകളാണെന്ന് കർത്താവ് തന്നെ വ്യാഖ്യാനിച്ച് തന്നിട്ടുണ്ടല്ലോ. 20-ാം വാക്യത്തിൽ ഞാനിത് വായിക്കാം. എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോൾ 7 നിലവിളക്കുകളുടെ മധ്യേ എന്നുള്ളത് 7 സഭകളുടെ മധ്യേ എന്ന് നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യപുത്രനോട് സദൃശനായവൻ സഭകളുടെ മധ്യയാണ് കാണപ്പെടുന്നത്. അവൻ നിലയെങ്ക് ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നു. രാജാക്കന്മാരും പുരോഹിതന്മാരും ധരിക്കുന്ന വസ്ത്രമാണ് ഈ നിലയെങ്കി. പുരോഹിത വസ്ത്രത്തിലെ ഏഫോദിനെയാണ് ഈ പൊൻകച്ച കാണിക്കുന്നത്. മനുഷ്യ സദൃശനായവൻ ഇത് കർത്താവായ യേശു ക്രിസ്തു ആണെന്നുള്ളതിന് സംശയമില്ല. തങ്ങളെ വിട്ട് മേഘത്തിൽ സ്വർഗത്തിലേക്ക് കരകയറിപ്പോയ തങ്ങളുടെ ഗുരുവിനെ അന്ന് കണ്ടതുപോലെയല്ല ഇപ്പോൾ അപ്പസ്തോലൻ കാണുന്നത്. രാജാവും മഹാപുരോഹിതനുമായ യേശു ക്രിസ്തുവിനെയാണ് യോഹന്നാൻ അപ്പസ്തോലൻ ഇപ്പോൾ കാണുന്നത്. സഖറിയ പ്രവചനം 6-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ രാജാവും പുരോഹിതനുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ പ്രവചന വാക്യം ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. സഖറിയ 6:12-13: സൈനികരുടെ യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, മുള എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടല്ലോ, അവൻ തൻ്റെ നിലയിൽ നിന്ന് മുളച്ചു വന്ന് യഹോവയുടെ മന്ദിരം പണിയും. അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും. അവൻ ബഹുമാനഭൂഷണം ധരിച്ച് സിംഹാസനത്തിലിരുന്ന് വാഴും. അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും. ഇരുവർക്കും തമ്മിൽ സമാധാന മന്ത്രണം ഉണ്ടാകും. അവൻ ബഹുമാനഭൂഷണം ധരിച്ച് സിംഹാസനത്തിലിരുന്ന് വാഴും. അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും. കർത്താവ് രാജാവായും മഹാപുരോഹിതനായും സിംഹാസനത്തിലിരുന്ന് വാഴുമെന്ന് ഇവിടെ വ്യക്തമായും പറഞ്ഞിരിക്കുന്നു. ഈ പ്രവചന നിവൃത്തിയാണ് നാം ഈ ദർശനത്തിലൂടെ കാണുന്നത്. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ
ദാനിയേൽ 7:13-14, ഹെബ്രായർ 3:1, ഹെബ്രായർ 4:14 എന്നീ വാക്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. റഫറൻസുകൾ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്. ഇനി 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോടും വെള്ളയും, കണ്ണ് അഗ്നിജാലക്കൊത്തതും, കാൽ ഉലിയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളൂട്ടൻ സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. അപ്പസ്തോലൻ ആത്മാവിൽ ദർശിച്ച കർത്താവിൻ്റെ പൂർണ്ണരൂപം ഇവിടെ വിവരിച്ചിരിക്കുന്നു. തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോടും വെളുത്ത പഞ്ഞി പോലെ, ഇംഗ്ലീഷിലത് വൈറ്റ് ലൈക്ക് ഊൾ എന്നാണ് എഴുതിയിരിക്കുന്നത്, വെളുത്ത കമ്പിളി പോലെ. ദാനിയേൽ 7:9 പിതാവാം ദൈവത്തിൻ്റെ തലമുടി നിർമ്മലമായ അട്ടുരോമം പോലെ എന്ന് നമ്മൾ കണ്ടു. നമ്മൾ നേരത്തെ വായിച്ചതാണെങ്കിലും ഒരിക്കൽ കൂടി ഞാനത് വായിക്കാം. ദാനിയേൽ 7:9 ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും. അവൻ്റെ സിംഹാസനം അഗ്നിജ്വാലയും അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു. അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെ, അല്ലെങ്കിൽ വെളുത്ത കമ്പിളി പോലെ, വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോടും വെള്ളയായ തലയും തലമുടിയും അവൻ്റെ പുരാതനത്വത്തെയും നീതിയെയും വിശുദ്ധിയെയും ഒക്കെ കാണിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അവൻ്റെ കണ്ണ് അഗ്നിജാലക്കൊത്തത്. തുയതൈര സഭയ്ക്ക് ദൂത് നൽകുമ്പോൾ കർത്താവ് സ്വയം വിശേഷിപ്പിക്കുന്നത് അഗ്നിജാലക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ എന്നാണ്. വെളിപാട് 2:18. തുയതൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിജാലക്കൊത്ത കണ്ണും വെള്ളൂട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അല്ല ചെയ്യുന്നത്. അഗ്നിജാലക്കൊത്ത അവൻ്റെ കണ്ണ് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ആ സഭയ്ക്കുള്ള ദൂതൻ കർത്താവ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് 2:23 വാക്യം. അവരുടെ മക്കളെയും ഞാൻ കൊന്നുകളയും, ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. അവൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും അറിയുന്നവനാണെന്നാണ് അവൻ്റെ അഗ്നിജാലക്കൊത്ത കണ്ണ് സൂചിപ്പിക്കുന്നത്. ഇനി അവൻ്റെ കാൽ ഉലിയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളൂട്ടിന് സദൃശം. സകല ശത്രുക്കളെയും ചവിട്ടിക്കളയാനുള്ള അവൻ്റെ ശക്തിയാണ് ചുട്ടുപഴുത്ത വെള്ളൂട്ടിന് സദൃശമായ അവൻ്റെ കാല് സൂചിപ്പിക്കുന്നത്. 1 കൊരിന്ത്യർ 15:25 നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളും വാഴേണ്ടതാകുന്നു. അവൻ തൻ്റെ ശത്രുക്കളെ ഓരോന്നോരോന്നായി കീഴടക്കിക്കൊണ്ട് സ്വർഗത്തിലിരുന്ന് വാഴുകയാണിപ്പോൾ. ഇനി അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ, പെരുവെള്ളത്തിൻ്റെ കാതടയ്ക്കുന്ന ഇരമ്പൽ പോലെ ഭയാനകമായ ഗംഭീരമായ ശബ്ദമായിരുന്നു അവൻ്റേത്. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രം. ഈ നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നുവെന്ന് കർത്താവ് തന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു 20-ാം വാക്യത്തിൽ. നേരത്തെ നമ്മളിത് വായിച്ചതായതുകൊണ്ട് ഇനി വീണ്ടും വായിക്കുന്നില്ല. സഭയുടെ ദൂതന്മാർ ആരാണെന്നുള്ള വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ അലിവിലുണ്ട്. ഒന്നാമത്തേത്, കത്തുകൾ കൊണ്ടുപോകുന്ന ആളാണ് ദൂതൻ എന്ന് ചിലർ പറയുന്നു. രണ്ടാമത്തേത്, സഭയിൽ തിരുവെഴുത്തുകൾ വായിച്ചു കേൾപ്പിക്കുന്ന ആളാണെന്ന് മറ്റു ചിലർ. മൂന്നാമത്തേത്, സഭയുടെ കാവൽ ദൂതന്മാരാണെന്ന് അഭിപ്രായപ്പെടുന്നു. ഇനി 4-ാമത്തെ അഭിപ്രായം, ഇത് സഭയ്ക്ക് ദൂത് നൽകി സഭയെ പരിപാലിക്കുന്ന ഇടയന്മാർ ആണെന്ന് പറയുന്നു. ഈ പറയുന്ന 4 അഭിപ്രായങ്ങൾക്കും വചനത്തിൽ തെളിവുകളില്ല. എന്നാൽ ഒടുവിൽ പറഞ്ഞ, അതായത് ദൈവത്തിൽ നിന്നുള്ള ദൂതുകൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ സഭയ്ക്ക് നൽകി സഭയെ പരിപാലിക്കുന്ന സഭാ ശുശ്രൂഷകന്മാരാണ് ഈ ദൂതന്മാരെന്ന് കർത്താവ് ഇവരെ തൻ്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നതെന്നും നമുക്ക് അനുമാനിക്കാം. ഇവരെയാണ് സഭയുടെ ഉത്തരവാദിത്വങ്ങളെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നതെന്ന്
സഭകൾ ദൂതുകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പഴയ നിയമത്തിൽ നിന്നും ഒരു വാക്യം ഞാൻ വായിക്കാം. മലാക്കി 2:7 വാക്യം. പുരോഹിതൻ സൈനികരുടെ യഹോവയുടെ ദൂതനാകയാൽ അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുമല്ലോ. പുരോഹിതൻ യഹോവയുടെ ദൂതനാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. പുതിയ നിയമസഭയ്ക്ക് പ്രത്യേകം പുരോഹിതന്മാരില്ലെന്ന് നമുക്കറിയാം. ദൈവമക്കൾ എല്ലാവരും ദൈവത്തിൻ്റെ പുരോഹിതന്മാരാണല്ലോ, രാജകീയ പുരോഹിത വർഗം. എന്നാൽ ഇടയന്മാർ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. സഭയുടെ ആത്മീയ ശുശ്രൂഷ നിർവഹിക്കുവാനും വിശ്വാസികളെ പത്യവചനത്താൽ ഉപദേശിക്കുവാനും പഠിപ്പിക്കുവാനും പരിജ്ഞാനത്തിൽ വളർത്തി ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുവാനുമാണ് ദൈവം അവരെ ആക്കി വച്ചിരിക്കുന്നത്. സഭയുടെ ഇടയനായ ക്രിസ്തു അവരെ തൻ്റെ വലങ്കരത്തിൽ വഹിച്ചിരിക്കുകയാണ്. നമ്മുടെ വാക്യത്തിലേക്ക് വരാം. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. ഇരുവായ്ത്തലയുള്ള വാൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ വിശ്വാസികളായി നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു വാക്യമുണ്ട്. ഹെബ്രായർ 4:12. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ഞകളെയും വേർപിടിവയ്ക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഇത് ജീവൻ നൽകുന്നതും മനുഷ്യൻ്റെ ദേഹം ദേഹി ആത്മാക്കളെ സൗഖ്യമാക്കുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനമാണ്, വാളല്ല. ആ വാക്യം ശ്രദ്ധയോടെ വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. എന്നാൽ ഇവിടെ കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് ഇരുവായ്ത്തലയുള്ള വാളാണെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് ഈ വാൾ? അത് മനസ്സിലാക്കുവാൻ ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. വെളിപ്പാട് പുസ്തകം 2:16 ഇങ്ങനെ പറയുന്നു: ആകയാൽ മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. വെളിപ്പാട് 19:15 ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. വെളിപ്പാട് 19:21 ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന് വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്ന് അവരുടെ മാംസം തിന്ന് സകല പശുക്കൾക്കും തൃപ്തി വന്നു. അവൻ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകളല്ല ഇത്. മനസ്സാന്തരപ്പെടാത്ത ദുഷ്ടജനത്തിനുള്ള ന്യായവിധിയുടെ വചനങ്ങളാണ് അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന മൂർച്ചയേറിയ വാളെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ തേജസ്കരിക്കപ്പെട്ട നമ്മുടെ കർത്താവിൻ്റെ ശോഭയുള്ള ഈ മുഖം തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് ഒരിക്കൽ താൻ കാണിക്കുകയുണ്ടായി. മത്തായി 17:1-2 വാക്യങ്ങൾ, ലൂക്ക 9:29-30 വാക്യങ്ങൾ. മത്തായി 17:1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. സൂര്യ തേജസ് പോലെ വിളങ്ങുന്ന മുഖം. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ശൗലിന് കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചമാണ് കണ്ടത്. അപ്പോസ്തലനായ പൗലോസ് തന്നെ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 22:12-13 വാക്യങ്ങൾ. ഇങ്ങനെ ചെയ്തു വരികയിൽ ഞാൻ മഹാപുരോഹിതന്മാരുടെ അധികാരത്തോടും ആജ്ഞയോടും കൂടെ ദമസ്കോസിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ, രാജാവേ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോട് യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. പത്മോസിൽ യോഹന്നാൻ അപ്പോസ്തലൻ അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ കണ്ടെങ്കിൽ, ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് പൗലോസ് അപ്പോസ്തലൻ അവൻ്റെ വലിയ തേജസ്സാണ് കണ്ടത്. തേജസ്കരിക്കപ്പെട്ട നമ്മുടെ കർത്താവിൻ്റെ മനോഹരവും ഭയങ്കരവുമായ രൂപമാണ് അപ്പോസ്തലൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത വാക്യം 17-18 വാക്യങ്ങൾ ഒന്നിച്ചു വായിക്കാം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും
ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. യോഹന്നാൻ തേജോമയനായ നമ്മുടെ കർത്താവിൻ്റെ ഭയങ്കര രൂപം കണ്ടിട്ട് മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീഴുന്നു. ഈ ദൈവതേജസ്സിന് മുമ്പിൽ ആർക്കാണ് നിൽക്കാൻ കഴിയുക? ദർശിച്ച വിശുദ്ധന്മാർ പലരും ഇതുപോലെ നിലത്ത് കവിഴ്ന്നു വീണിട്ടുണ്ട്. ഒരു വാക്യം മാത്രം ഞാൻ വായിക്കാം. എഹെസ്കേൽ 1:28. അതിൻ്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിൻ്റെ കാഴ്ച പോലെയായിരുന്നു. യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ കവിഴ്ന്നു വീണു. സംസാരിക്കുന്ന ഒരുത്തൻ്റെ ശബ്ദവും ഞാൻ കേട്ടു. യഹോവയുടെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്ക് മുമ്പിൽ പ്രവാചകൻ കവിഴ്ന്നു വീഴുന്നു. ഇതുപോലെയുള്ള അനേക സംഭവങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. കർത്താവിൻ്റെ കാൽക്കൽ മരിച്ചവനെ പോലെ കവിഴ്ന്നു വീണ അപ്പസ്തോലന്റെ മേൽ കർത്താവ് തൻ്റെ വലങ്കൈ വെച്ച് ആശ്വസിപ്പിക്കുന്നു. വലങ്കൈ ശക്തിയുടെ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, സ്വാന്തനത്തിൻ്റെ ഒക്കെ അടയാളമാണ് വലങ്കൈ. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. മരിച്ച് അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്ത യേശുവിനെ അപ്പസ്തോലൻ കണ്ടിട്ടുണ്ട്. അന്ന് ഈ രൂപത്തിലല്ല കണ്ടത്. ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായാണ് താൻ അനുഭവിക്കുന്നത്. നിമിഷ നേരത്തേക്കെങ്കിലും അപ്പസ്തോലൻ്റെ മനസ്സ് സഞ്ചരിച്ചു കാണും. മരിച്ചുപോയ തൻ്റെ ഗുരുവിൻ്റെ പ്രേതാത്മാവാണു തന്നോട് സംസാരിക്കുന്നത്. ആ ഹൃദയത്തിൻ്റെ ഭയവും പരിഭ്രവുമെല്ലാം അറിഞ്ഞ കർത്താവ് തൻ്റെ അരുമ ശിഷ്യനെ ആശ്വസിപ്പിക്കുകയാണ്. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. കർത്താവ് തൻ്റെ പ്രിയ ശിഷ്യനെ യാഥാർത്ഥ്യബോധത്തിലേക്ക് മടക്കിക്കൊണ്ടുവരികയാണ്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. റോമർ 6:9 ഇങ്ങനെ നാം കാണുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ ഇനി മരിക്കയില്ല. മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. ഇനി മരിക്കാതെ വണ്ണം എന്നേക്കുമായി അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരണത്തിന് അവൻ്റെ മേൽ കർത്തൃത്വമില്ല. ഇവിടെ ഒരു ചോദ്യം ഉയരാം. മരണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ടായിരുന്നോ? ഒരു വാക്യം വായിച്ച് വ്യക്തമാക്കാം. 2 കൊരിന്ത്യർ 5:21. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അവൻ പാപം ചെയ്തിട്ടല്ല മരിക്കേണ്ടി വന്നത്, നാം നീതീകരിക്കപ്പെടേണ്ടതിന്. ദൈവം നമ്മുടെ എല്ലാവരുടെയും പാപം അവൻ്റെ മേൽ ചുമത്തി. യെശയ്യാ 53:6 വ്യക്തമായും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും തന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. ദൈവം അവനെ പാപമാക്കി. അതുകൊണ്ട് അവൻ നമ്മെപ്പോലെ മരിക്കേണ്ടി വന്നു, നമ്മൾ മരിക്കാതിരിക്കാൻ. എന്നാൽ ഇപ്പോൾ ഇതാ അവൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഇനി അവൻ മരിക്കുകയില്ല. മാത്രമല്ല, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ അവൻ കൈവശമാക്കുകയും ചെയ്തിരിക്കുന്നു. താക്കോൽ അധികാരത്തിൻ്റെ അടയാളമാണെന്ന് നമ്മൾ കണ്ടു. തുറക്കുന്നതിനും അടയ്ക്കുന്നതിനുള്ള അധികാരം. സ്വർഗീയരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നുവെന്ന് കർത്താവ് പത്രോസ് അപ്പോസ്തലനോട് പറഞ്ഞ വചനം നാം ഓർമ്മിക്കുന്നുണ്ടല്ലോ. അടുത്ത വാക്യം 19-20 ഒന്നിച്ചു വായിക്കാം. നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർവവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോസ്തലന് വീണ്ടും എഴുതുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയാണ് കർത്താവ്. അപ്പോസ്തലൻ കണ്ടത്, അല്ലെങ്കിൽ കർത്താവ് കാണിച്ചു കൊടുത്തത്, നിലവിലുള്ള അവസ്ഥ, മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കർത്താവ് കാണിച്ചു കൊടുക്കുവാൻ പോകുന്ന കാര്യങ്ങൾ. കൂടാതെ തൻ്റെ വലങ്കയ്യിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെയും 7 നിലവിളക്കുകളുടെയും വിവരവും എഴുതാൻ കർത്താവ് നിർദ്ദേശിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ടതുപോലെ 7 പൊൻനിലവിളക്കുകൾ 7 സഭകളാണെന്നും 7 നക്ഷത്രം സഭകളുടെ ദൂതന്മാരാണെന്നും കർത്താവ് തന്നെ അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ പഠനം ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത ക്ലാസ്സിൽ സഭകളുടെ ദൂതുകൾ നമുക്ക് പഠിക്കാം.
ദൈവത്തോട് നമ്മെ സഹായിച്ചു. തുടർന്നുള്ള ഭാഗങ്ങൾ ദൈവാത്മാവിൽ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ക്ലാസ്സിൽ സംബന്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്.